ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ CSEB എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ കോർപ്പറേഷൻ്റെ പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. കോർപ്പറേഷൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ദ ഓതർ ഓഫ് ദ ബുക്ക് കോർപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് എബ്രോഡ്. കോർപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് എബ്രോഡ് എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ഓതർ ആരാന്നാണ്. CR ഫേ ആണ് കോർപ്പറേഷൻ ആൻഡ് ഹോം എബ്രോഡ് എന്നുള്ള ബുക്കിൻ്റെ ഓതർ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേരുകളാണ് JB വാർബേസും VL മേത്തയൊക്കെ. അപ്പോൾ തെറ്റിപ്പോവരുത്. കോർപ്പറേഷൻ്റെ ഇനി ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ കഴിയണം. CR ഫേ ആണ് കോർപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് എബ്രോഡ് എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ഓതർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ദ പ്രിൻസിപ്പിൾ ഓഫ് വൺ മാൻ വൺ വോട്ട് വാസ് സജസ്റ്റഡ് ബൈ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വൺ മാൻ വൺ വോട്ട് എന്ന് പറഞ്ഞ ആ ഒരു പ്രിൻസിപ്പിൾ സജസ്റ്റ് ചെയ്തത് മെഗ്ലഗൻ കമ്മിറ്റിയാണ്. മെഗ്ലഗൻ കമ്മിറ്റിയുടെ സജഷനാണ് വൺ മാൻ വൺ വോട്ട് എന്നുള്ളത്. കോർപ്പറേഷൻ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ബേസ് ആയിട്ട് പഠിക്കുന്നതാണ്. വൺ മാൻ വൺ വോട്ട് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ സജസ്റ്റ് ചെയ്തത് മെഗ്ലഗൻ കമ്മിറ്റിയാണ്. നെക്സ്റ്റ് വൺ ആണ് പെരിയാർ മിക്സ്ചർ ഈസ് എ ബ്രാൻഡ് നെയിം ഓഫ്. പെരിയാർ മിക്സ്ചർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഏതിൻ്റെയാണെന്നാണ്. കേരാഫെഡ്, മാർക്കറ്റ് ഫെഡ്, റബ്ബർ മാർക്ക്, അതുപോലെ തന്നെ റബ്കോ. അപ്പോൾ പെരിയാർ മിക്സ്ചർ എന്ന് പറയുന്നത് റബ്ബർ മാർക്കിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിമാണ് പെരിയാർ മിക്സ്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത് ഈ റബ്ബർ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. റബ്ബർ മാർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളത്താണ്. രജിസ്റ്റർ ചെയ്തത് 16 മാർച്ച് 1971 ഇത് രജിസ്റ്റർ ചെയ്തത്. ഇത് ഫങ്ഷനിങ് തുടങ്ങിയത് 30 ഏപ്രിൽ 1971. 30 ഏപ്രിൽ 1971. അതായത് 16 മാർച്ച് 1971 രജിസ്റ്റർ ചെയ്ത് 30 ഏപ്രിൽ 1971 ഇത് ഫങ്ഷനിങ് തുടങ്ങിയത്. ഒരു കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ്. കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ് റബ്ബർ മാർക്ക് എന്ന് പറയുന്നത്. റബ്ബർ മാർക്ക് ഒരു കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ്. അപ്പോൾ റബ്ബർ മാർക്കിൻ്റെ പ്രൊഡക്റ്റാണ് പെരിയാർ മിക്സ്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഈസ് കെപ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ ബൈ. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് കീപ്പ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാന്നാണ്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള സെക്ഷനാണ് സെക്ഷൻ 44 എന്നുള്ളത്. സെക്ഷൻ 44 വരുന്നതാണ്. അപ്പെക്സ് സൊസൈറ്റിയാണ് ഈ ഒരു പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും കീപ്പ് ചെയ്യുന്നതും. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് കോപ്പറേറ്റീവ് മേഖലയിലെ അപ്പെക്സ് സൊസൈറ്റി ആയിട്ടുള്ള കേരള ബാങ്ക് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഈസ് കെപ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ കേരള ബാങ്ക്. നെക്സ്റ്റ് വൺ ആണ് കിസാൻ സേവ ഫണ്ട് വാസ് ഫോംഡ് ബൈ ഡാഷ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഫാർമേഴ്സ്. ഫാമേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് കിസാൻ സേവ ഫണ്ട് ഫോം ചെയ്തത് ആരാന്നാണ് ചോദ്യം. മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നാഫെഡ് ആണോ ക്രിപ്കോ ആണോ എന്നൊക്കെയുള്ള സംശയം വരാൻ സാധ്യതയുണ്ട്. കിസാൻ സേവ ഫണ്ട് എന്ന് പറയുന്നത് കിസാൻ സേവ ട്രസ്റ്റും നമുക്ക് പഠിക്കാനുണ്ട്. കിസാൻ സേവ ഫണ്ട് ഫോം ചെയ്തത് ഇഫ്കോയാണ്. ഇഫ്കോയുടെ നേതൃത്വത്തിലാണ് ഫാർമേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് കിസാൻ സേവ ഫണ്ട് ഫോം ചെയ്തത്. അപ്പോൾ ഇഫ്കോ പഠിക്കാനുള്ളതാണ്. ഇഫ്കോ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇഫ്കോ എന്ന് പറയുന്നത് ഫുള്ളി ഓൺഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. ഇഫ്കോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഓൺഡ് ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ന്യൂഡൽഹിയിലാണ് അതിൻ്റെ ആസ്ഥാനം. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 3 നവംബർ 1967 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇഫ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തത് നവംബർ 3, 1967. ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഫുള്ളി ഓൺഡ് ബൈ ഇന്ത്യൻ കോപ്പറേറ്റീവ്സ് ആണ്. ന്യൂഡൽഹിയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. അപ്പോൾ ഇഫ്കോയാണ് ഈ കിസാൻ സേവ ഫണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ആണ് പ്രൈസ് മെക്കാനിസം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡാഷ് എക്കണോമിക് സിസ്റ്റം. പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഫീച്ചറാണ്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്താണെന്ന് അറിയണം. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത് എന്താ? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് ഒരു എക്കോണമിയിലെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കൈകാര്യം ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതുണ്ടെങ്കിൽ അത്തരം എക്കണോമിക് സിസ്റ്റത്തിനെയാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ആണ് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സോഷ്യലിസ്റ്റ് എക്കോണമി അല്ലെ സോഷ്യലിസം എന്ന് പറയുന്നു. ഇനി അവിടെ ഒരു വർക്കിംഗ് ക്ലാസ് ആണ് കൺട്രോൾ ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം ആണ് അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ പറഞ്ഞ പോലെ കോമൺവെൽത്ത് എന്നുള്ളൊരു ആശയമൊക്കെ. അപ്പോൾ പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്
ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചറാണ്. പ്രൈസ് മെക്കാനിസം, അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് കോൺട്രാക്റ്റ്, അതൊക്കെ ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സാണ്. നെക്സ്റ്റ് വൺ ആണ് ക്രിപ്കോ വാസ് രജിസ്റ്റേർഡ് അണ്ടർ ഡാഷ് ആക്ട്. ക്രിപ്കോ ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത്? ക്രിപ്കോൻ്റെ ഫുൾ എന്ന് പറയുന്നത് കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. ഇത് ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത്? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. 17 ഏപ്രിൽ 1980 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1980 ഏപ്രിൽ 17 ഈ ക്രിപ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് നോയിഡയിലാണ്, യുപിയിലെ നോയിഡയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ക്രിപ്കോ രജിസ്റ്റർ ചെയ്തത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. 1980 ഏപ്രിൽ 17 എസ്റ്റാബ്ലിഷ് ചെയ്തത്. നോയിഡയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് ഇയർ ദ ICA's ഒഫീഷ്യൽ ഫ്ലാഗ് വാസ് ചേഞ്ച്ഡ് ഫ്രം എ റെയിൻബോ ഫ്ലാഗ് ടു റെയിൻബോ ഫീൽഡ്? ICAയുടെ ഒഫീഷ്യൽ ഫ്ലാഗ് റെയിൻബോ ഫ്ലാഗ് നിന്ന് റെയിൻബോ ഫീൽഡ് ആയിട്ട് ചേഞ്ച് ചെയ്തത് ഏത് ഇയറിലാണെന്നാണ്? 2001. അപ്പോൾ ICA ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കോപ്പറേറ്റീവ് എക്സാംസിനൊക്കെ, കോപ്പറേഷൻ ബേസ്ഡ് എക്സാംസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കാനുള്ള ഒരു ഏരിയ ആണ് ICA, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്ന് പറയുന്നത്. 1895 സ്ഥാപിതമായത്. ആദ്യം സ്ഥാപിതമാകുമ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടനിലായിരുന്നു. പിന്നെ അതെന്താണ്, ജനീവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ICAയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പഠിക്കുമ്പോൾ ICA ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഏരിയ ആണ്. ICAയുടെ ഫ്ലാഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓരോ കളേഴ്സും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെറിറ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് കൺസിസ്റ്റ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്? ഇറ്റ് റിമൂവ് എവിൽസ് ഓഫ് ക്യാപിറ്റലിസം, സപ്പോർട്ട് ത്രിഫ്റ്റ് ആൻഡ് സെൽഫ് ഹെൽപ്പ്, വൺ മാൻ വൺ വോട്ട്. എല്ലാം എന്താണ് കോപ്പറേഷൻ്റെ മെറിറ്റാണ്. കോപ്പറേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിൻ്റെ ദൂഷ്യഫലങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വന്ന ഒന്നാണ്. ത്രിഫ്റ്റും സെൽഫ് ഹെൽപ്പൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കോപ്പറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. വൺ മാൻ വൺ വോട്ട് എന്ന് പറയുന്നത് കോപ്പറേഷൻ്റെ പ്രിൻസിപ്പിളാണ്. അപ്പോൾ എല്ലാം കോപ്പറേഷൻ്റെ മെറിറ്റാണ്. നെക്സ്റ്റ് വൺ ആണ്, സെലക്ട് എ റോങ് വൺ വിച്ച് റിലേറ്റഡ് ടു ഷൂൾസ് ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ജർമ്മനി. അതായത് കോപ്പറേഷൻ പഠിക്കുമ്പോൾ തന്നെ ഷൂൾസിൻ്റെയും റെയ്ഫേസിൻ്റെയും സൊസൈറ്റീസ് തമ്മിലുള്ള ക്ലാസിഫിക്കേഷൻസ് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഷൂൾസും അതുപോലെ റെയ്ഫേസൻ സൊസൈറ്റീസിൻ്റെ തന്നിട്ട് അതിൻ്റെ റോങ് ആയിട്ടുള്ളത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. അത് ഷൂൾസ് ടൈപ്പ് സൊസൈറ്റീൻ്റെ സംബന്ധിച്ചിടത്തോളം ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് ഷൂൾസിൻ്റെ സൊസൈറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഷെയർ ഓഫ് ലോ വാല്യൂ, അത് തെറ്റാണ്. ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണ്. മെമ്പർഷിപ്പ് വാസ് ഗിവൺ ടു ട്രേഡർ ആൻഡ് ബിസിനസ്മാൻ. അതൊക്കെ ഷൂൾസിൻ്റെ സൊസൈറ്റി റിലേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ റോങ് ആയിട്ടുള്ളത് തന്നിരിക്കുന്നതിൽ ഷെയർ ഓഫ് ലോ വാല്യൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ഫസ്റ്റ് റീജിയണൽ ഓഫീസ് ഓഫ് ICA? ICAയുടെ ആദ്യത്തെ റീജിയണൽ ഓഫീസ് ഏതാണെന്നാണ്? ICAയുടെ റീജിയണൽ ഓഫീസുകൾ നമുക്കറിയാം 4 റീജിയൻസിലാണ് ആയിട്ടാണ് ICA. അതായത് ഏഷ്യ പസഫിക് റീജിയൻ ഉണ്ട്, ആഫ്രിക്ക റീജിയൻ ഉണ്ട്, അമേരിക്ക റീജിയൻ ഉണ്ട്, യൂറോപ്പ് റീജിയൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ICA റോപ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക് ആണ് ICA റോപ്പ്. 1960 നവംബർ 14 ജവഹർലാൽ നെഹ്റു ആണ് ഈ ഒരു ICA റോപ്പ് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പം ആദ്യത്തെ റീജിയണൽ ഓഫീസ് എന്ന് പറയുന്നത് ICA റോപ്പാണ്. അതായത് റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ പസഫിക് ആണ്. നെക്സ്റ്റ്, ഹു ഈസ് ദ ചെയർമാൻ ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ? നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ചെയർമാൻ ആരാണ് എന്നാണ്? NCUIൻ്റെ ചെയർമാനാണ്. NCUI എന്താണെന്ന് നമുക്ക് അറിയണം. NCUIൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ദിലീപ് സംഘറാണിയാണ് NCUIയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് കൺസിസ്റ്റ് ഡാഷ് വെഞ്ചർ. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഓട്ടോണമസ് സൊസൈറ്റിയാണ്. NCCT-യുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് NCCT-യുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. NCCT എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് സൊസൈറ്റിയാണ്. നെക്സ്റ്റ് വൺ ആണ്, ഡാഷ് ഈസ് ദ സെക്യൂരിറ്റി ഓഫ് ക്രോപ്പ് ലോൺ സിസ്റ്റം. ക്രോപ്പ് ലോൺ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്രോപ്പ് ലോൺ സിസ്റ്റത്തിൽ സെക്യൂരിറ്റി ഏതാണെന്നാണ്? ക്രോപ്പ് ലോൺ സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോപ്പ് ലോൺ സിസ്റ്റം പ്രകാരം നമുക്ക് എന്താണ് മെയിനായിട്ട് അതിൻ്റെ മന്ത്, എത്ര കാലാവധി, ഷോർട്ട് ടേം ലോൺ ഉണ്ട്, മീഡിയം ടേം ലോൺ ഉണ്ട്, ലോങ് ടേം ലോൺ ഉണ്ട്. അതിൻ്റെ ഡ്യൂറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 15 മാസം വരെ പ്രൊവൈഡ് ചെയ്യുന്ന, അതല്ലെങ്കിൽ 15 മാസത്തിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഷോർട്ട് ടേം എന്ന് പറയുന്നത്. 15 മാസം മുതൽ 5 വർഷം വരെയാണ് മീഡിയം ടേം. 5 വർഷം മുതൽ 15 അല്ലെങ്കിൽ 20 വർഷം വരെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലോങ് ടേം ലോൺ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കോമ്പണൻറ്റ് A, B, C അങ്ങനെയൊക്കെ പഠിക്കാനുണ്ട് ക്രോപ്പ് ലോണിൽ. അപ്പോൾ ക്രോപ്പ് ലോണിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്
ആൻറ്റിസിപ്പേറ്റഡ് ക്രോപ്പാണ് സെക്യൂരിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ റീപേയ്മെൻറ്റ് എപ്പോഴാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോപ്പ് ലോൺ സിസ്റ്റം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് വൺ ആണ് എമംഗ് ദ ഫോളോയിങ് വൺ ഈസ് നോട്ട് ദ റെക്കമെൻഡേഷൻ ഓഫ് കാപ്പൂർ കമ്മിറ്റി, ചൂസ് ഇറ്റ്. അതായത് നമുക്ക് അധികം ഫെമിലിയർ അല്ലാത്ത ഒരു കമ്മിറ്റിയുടെ ക്വസ്റ്റ്യനാണ്. ഒരുപാട് കമ്മിറ്റീസ് കോർപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. പക്ഷേ ഈ കമ്മിറ്റി കാപ്പൂർ കമ്മിറ്റിയുടെ ഇത് അധികം ചോദിച്ചിട്ടില്ല. അപ്പോൾ കാപ്പൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്താണെന്നാണ് തന്നിരിക്കുന്നതിൽ. കാപ്പൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചാൽ ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ കാപ്പൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. അറ്റൻഷൻ ഷുഡ് ബി ടേക്കൺ ഫോർ ഫണ്ട് മാനേജ്മെൻറ്റ്, അത് കാപ്പൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. പിന്നീട് അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ, അത് കാപ്പൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ല. ഇൻറ്റേർണൽ ചെക്ക് ഷാൾ ബി എസെൻഷ്യൽ ഇൻ കോപ്പറേറ്റീവ്സ്, അത് കാപ്പൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. അപ്പം തന്നിരിക്കുന്നതിൽ റെക്കമെൻഡേഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചാൽ ഇംപ്ലിമെൻറ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ ആണ്. ഈ അറ്റൻഷൻ ഷുഡ് ബി ടേക്കൺ ഫോർ ഫണ്ട് മാനേജ്മെൻറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് സെൻറ്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോപ്പറേറ്റീവ്സ്, എ ട്രെയിനിങ് സിസ്റ്റം ഇൻ കോപ്പറേഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ. സിപെക്കിനെ കുറിച്ചാണ്. സിപെക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത് 2009 സെൻറ്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോപ്പറേറ്റീവ്സ്. നെക്സ്റ്റ് വൺ ആണ് കോപ്പറേറ്റീവ് ഗവേണൻസ് ഈസ് നോർമലി അസോസിയേറ്റഡ് വിത്ത്. കോപ്പറേറ്റീവ് ഗവേണൻസ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതെന്നാണ്. റിഫ്ലക്ഷൻ ഓഫ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്, എക്സ്പ്രഷൻ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സ്ട്രാറ്റജിക് ലീഡർഷിപ്പ്, ഇതെല്ലാം കൂടി ഇൻവോൾവ് ചെയ്തതാണ് കോപ്പറേറ്റീവ് ഗവേണൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഈസ് എ സക്സസർ ഓഫ് ഡാഷ്. അതായത് NCDC ആരുടെ സക്സസർ ആണെന്നാണ്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസ് ബോർഡിൻ്റെയാണ്. അപ്പോൾ NCDC വരുന്നതിന് മുൻപ് ഉള്ളതാണ് ഈ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ്. NCDCയുടെ മുൻഗാമിയാണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബേർഡ് ഈസ് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് പ്രൊമോട്ടഡ് ബൈ. ബേർഡ് നമ്മൾ നബാർഡുമായിട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നബാർഡുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ബേർഡ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം 1860 പ്രകാരമാണ് ഫോം ചെയ്തതെന്നൊക്കെ നമ്മൾ നോക്കിയതാണ്. ബേർഡ് എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത് നബാർഡാണ്. നബാർഡിൻ്റെ കീഴിലുള്ള ഒരു ട്രെയിനിങ് സ്ഥാപനമാണ് ബേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ CSEBയുടെ ഇത്തവണത്തെ എക്സാം എന്ന് പറയുന്നത് കോർപ്പറേഷനും അതുപോലെ തന്നെ ബാങ്കിങ്ങും ഒന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷും മാത്സ് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു എന്നൊക്കെയാണ്. GKയും കുറച്ച് ടഫായിരുന്നു എന്നാണ് നമ്മുടെ സ്റ്റുഡൻസിനും അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്ത CSEB എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ പ്രതീക്ഷിക്കാം. അപ്പോൾ CSEBയുടെ പുതിയ ബാച്ച് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. ലൈവ് സെഷൻസ് എല്ലാ സബ്ജക്റ്റിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ്ജക്റ്റിനും അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ഇംഗ്ലീഷ് GK മാത്സും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോഡൽ എക്സാംസ് ഉണ്ട്. സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമും കൊറി ഹാൻഡ്ലിങ്ങും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രകാശ് ബാസി കമ്മിറ്റി സബ്മിറ്റഡ് ഹിറ്റ്സ് റിപ്പോർട്ടിൻ. ഇത്തവണ ചോദിച്ച 2 കമ്മിറ്റീസും അധികം ഫെമിലിയർ ആയിട്ടുള്ള കമ്മിറ്റീസ് അല്ല. പ്രകാശ് ബാസി കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് അവരെ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തത് 2012 കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 2013 കാപ്പൂർ കമ്മിറ്റിയും പ്രകാശ് ബാസി കമ്മിറ്റിയുമാണ് ഇത്തവണ ചോദിച്ചത്. ഒരുപാട് കമ്മിറ്റീസ് കോർപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു 10-45ഓളം കമ്മിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പ്രകാശ് ബാസി കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 2013. നെക്സ്റ്റ്, ഡാഷ് ഈസ് എ നാഷണൽ ലെവൽ ബോഡി റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിങ് പ്രോഗ്രാംസ് ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ കോപ്പറേറ്റീവ് സെക്ടർ. കോപ്പറേറ്റീവ് സെക്ടറിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിന് പ്രോഗ്രാംസ് നടത്താൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നാഷണൽ ലെവൽ ബോഡി ഏതാണെന്നാണ്. അതായത് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് NCCT ആണ്, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ്. നെക്സ്റ്റ്, കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1964. ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ. ജൂലൈയിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് ഈ ഒരു ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സും അതുപോലെ കോപ്പറേറ്റീവ് വീക്കും നവംബർ 14 to 20 അതൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ആണ്. ദ ഇയർ ഇൻ വിച്ച് ഗ്ലോബൽ മാർക്ക് ഫോർ കോപ്പറേറ്റീവ്സ് ICA COP വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ. ICA COP എന്ന് പറഞ്ഞാൽ ആ ഗ്ലോബൽ മാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2013. ICAയുമായിട്ട് റിലേറ്റ് ചെയ്ത 3 ചോദ്യങ്ങളാണ് വന്നത്. ഒന്ന് ഈ ഗ്ലോബൽ മാർക്ക്, പിന്നെ ICAയുടെ ഫ്ലാഗുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യം,
പിന്നെ ICAയുടെ റീജിയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത 3 ചോദ്യങ്ങൾ ഈ ഒരു എക്സാമിന് തന്നെ ICAയുമായിട്ട് വന്നു. അപ്പോൾ ICA അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആയുർവേദിക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഡാഷ് ക്ലാസ് ആസ് പെർ ദ ക്ലാസിഫിക്കേഷൻ. നമ്മളുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് റൂൾ 15 പ്രകാരമുള്ള 13 ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പ്രകാരം ആയുർവേദിക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏത് ഹെഡിലാണ് അല്ലെങ്കിൽ വരുന്നതെന്നാണ്, ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നതെന്നാണ്. ആയുർവേദിക് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഷാൾ നോട്ട് ബി എ റീസൺ ഫോർ ലിക്വിഡേഷൻ. താഴെ തന്നിട്ടുള്ള ലിക്വിഡേഷന് കാരണമല്ലാത്തത് ഏതാണെന്നാണ്. നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫാൾ ബിലോ പ്രിസ്ക്രൈബ് ലിമിറ്റ് ലിക്വിഡേഷന് കാരണമാണ്. ഹാവ് നോട്ട് കമൻസ് വർക്കിംഗ് വിത്തിൻ 6 months ഫ്രം രജിസ്ട്രേഷൻ. നമ്പർ ഓഫ് വർക്കർ മെമ്പർ ഫാൾ ബിലോ ദ പ്രിസ്ക്രൈബ് ലിമിറ്റ്. വർക്കിംഗ് ഓൺ ലോസ് ഫോർ പാസ്റ്റ് 10 years. നഷ്ടത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്ഥാപനം 10 വർഷമായിട്ട് നഷ്ടത്തിലാണെന്ന് വിചാരിച്ചിട്ട് അത് ലിക്വിഡേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ റീസൺ അല്ലാത്തത് വർക്കിംഗ് ഓൺ ലോസ് ഫോർ ലാസ്റ്റ് 10 years. നെക്സ്റ്റ്, ഡാഷ് ആൾ ഫിക്സ് ദ പേ ആൻഡ് അലവൻസ് ഓഫ് എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയീസിൻ്റെ പേയും അലവൻസും ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ആരാന്നാണ്? ഗവൺമെൻറ് ആണ് ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ദർ ആർ റെപ്രസെൻറ്റിംഗ് അപ്പെക്സ് സൊസൈറ്റി മെമ്പേഴ്സ്. എത്ര പേരാണ് അപ്പെക്സ് സൊസൈറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് എന്നാണ്? 3 ആളുകളാണ് അപ്പെക്സ് സൊസൈറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിന് അപ്പെക്സ് സൊസൈറ്റീൻ്റെ പ്രതിനിധികളായിട്ട് 3 ആളുകളാണ് ഉണ്ടാവുക. ആസ് പെർ റൂൾ 31 ഓഫ് KCS റൂൾ, ഡാഷ് ഷാൾ നോട്ട് ബി എ പെർമനൻറ്റ് രജിസ്റ്റർ. താഴെ തന്നിട്ടുള്ളതിൽ പെർമനൻറ്റ് രജിസ്റ്റർ അല്ലാത്തത് ഏതാണെന്നാണ്. ചിട്ടി ലെഡ്ജറാണ് പെർമനൻറ്റ് രജിസ്റ്റർ അല്ലാത്തത്. ഡേ ബുക്കും ജനറൽ ബുക്കും ലോൺ ലെഡ്ജറൊക്കെ തന്നിട്ടുണ്ട്. ചിട്ടി ലെഡ്ജറാണ് പെർമനൻറ്റ് രജിസ്റ്റർ അല്ലാത്തത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ റൂൾ 31 പ്രകാരം ഒരുപാട് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ കാലാവധിയൊക്കെ പഠിക്കാനുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ CSEB എക്സാമിന് വരുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ്, ഇൻ ദ പ്രോസസ് ഓഫ് എലക്ഷൻ എനി കംപ്ലയിൻറ്റ് റിഗാർഡിംഗ് ഇഷ്യൂ ഓഫ് ID കാർഡ് വിൽ ബി എൻ്റർടൈൻഡ് ബൈ. ഇലക്ഷൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ID കാർഡ് ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത കംപ്ലയിൻസ് ആരുടെ കയ്യിലാണ് അല്ലെങ്കിൽ ആർക്കാണ് അത് തീർപ്പാക്കാനുള്ള അധികാരം എന്നാണ്? ഇലക്ട്രൽ ഓഫീസർക്കാണ്. ഇൻ ദ പ്രോസസ് ഓഫ് എലക്ഷൻ എനി കംപ്ലയിൻറ്റ് റിഗാർഡിംഗ് ഇഷ്യൂ ഓഫ് ID കാർഡ് വിൽ ബി എൻ്റർടൈൻഡ് ബൈ. ആർക്കാണ്? ഇലക്ട്രൽ ഓഫീസർക്കാണ് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ CSEB എക്സാമിന് വന്നിട്ടുള്ള കോർപ്പറേഷൻ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും നമ്മൾ നമ്മുടെ ലൈവ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കഷൻ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്